വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ യുഎസുമായി ബംഗ്ലാദേശിന്റെ രഹസ്യ ഡീൽ. ഫെബ്രുവരി 12-ന് പൊതു തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഫെബ്രുവരി 9-ന് ബംഗ്ലാദേശും യുഎസും സുപ്രധാനമായ വ്യാപാര കരാറിൽ ഒപ്പിടുകയാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നികുതി യുഎസ് 18% കുറച്ചതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിന്റെ നീക്കം. നിലവിൽ 20% നികുതി ഈ കരാറിലൂടെ 15% കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കരാറിലെ നിബന്ധനകൾ അതീവ രഹസ്യമായി സൂക്ഷിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നത്. കരാറിന്റെ കരട് പാർലമെന്റിലോ പൊതുസമൂഹത്തിലോ ചർച്ച ചെയ്തിട്ടില്ല. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ച് യുഎസിൽ നിന്നുള്ള സൈനിക ഉപകരണങ്ങൾ വാങ്ങുക, യുഎസ് വാഹനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും നിയന്ത്രണങ്ങളില്ലാതെ ബംഗ്ലാദേശ് വിപണിയിൽ പ്രവേശനം നൽകുക തുടങ്ങിയ നിബന്ധനകൾ കരാറിലുണ്ടെന്നാണ് വിവരം. ബംഗ്ലാദേശിന്റെ ആകെ കയറ്റുമതിയുടെ 80% വസ്ത്രനിർമ്മാണ മേഖലയിൽ നിന്നാണ്. കരാറിലെ നിബന്ധനകൾ വ്യക്തമല്ലാത്തത് ഈ മേഖലയിലെ ദശലക്ഷക്കണക്കിന് തൊഴിലാളികളെ ബാധിക്കുമെന്ന് ആശങ്കയുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഒരു ഇടക്കാല സർക്കാർ ഇത്തരമൊരു സുപ്രധാന കരാറിൽ ഒപ്പിടുന്നത് വരാനിരിക്കുന്ന സർക്കാരിന്റെ കൈകൾ കെട്ടിയിടുന്നതിന് തുല്യമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ വിമർശിക്കുന്നുണ്ട്. കൂടാതെ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള തിരഞ്ഞെടുക്കപ്പെടാത്ത ഇടക്കാല ഭരണകൂടമാണ് ഈ കരാർ നടപ്പിലാക്കുന്നത്. ഇത് അധികാരത്തെയും ഉദ്ദേശത്തെയും കുറിച്ച് മൂർച്ചയുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. തെരഞ്ഞെടുപ്പ് നിയമസാധുത ഇല്ലാത്ത ഒരു സർക്കാർ ബംഗ്ലാദേശിനെ പൊതുജനങ്ങളിൽ നിന്നും പൂർണ്ണമായും മറച്ചുവെച്ചിരിക്കുന്ന ഒരു കരാറിലേക്ക് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കയറ്റുമതിക്കാർ, സാമ്പത്തിക വിദഗ്ധർ, രാഷ്ട്രീയ നിരീക്ഷകർ എന്നിവർ ഭയപ്പെടുന്നുണ്ട്. 2025-ൽ യൂനസ് ഭരണകൂടം വാഷിംഗ്ടണുമായി ഒരു വെളിപ്പെടുത്തൽ കരാറിൽ ഒപ്പുവെച്ചതായും ചർച്ചകളുടെ പൊതുജന പരിശോധന തടയുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനെ തുടർന്ന് ആശങ്കകൾ ശക്തമായി. ബംഗ്ലാദേശിലെ പ്രമുഖ ദിനപത്രമായ പ്രോംതോം അലോയാണ് ഈ വെളിപ്പെടുത്തൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അസ്വസ്ഥതയുടെ ഏറ്റവും വലിയ ഉറവിടം സമയക്രമമാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഇടക്കാല യൂനസ് ഭരണകൂടം സ്ഥാനമൊഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥയെ വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം രൂപപ്പെടുത്തുന്ന ഒരു വ്യാപാര കരാറുമായി അവർ മുന്നോട്ട് പോകുന്നു. ബംഗ്ലാദേശി സാമ്പത്തിക വിദഗ്ധയും പൊതുബുദ്ധിജീവിയുമായ അനു മുഹമ്മദ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ദേശീയ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കയുമായി ഒരു തുറമുഖം പാട്ടത്തിനൊരുക്കാനും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാനും കീഴ്വഴക്ക കരാറുകളിൽ ഒപ്പിടാനും പെട്ടെന്ന് തിരക്കുണ്ടായത് എന്തുകൊണ്ട് െന്ന് ചോദിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥയെ ചോദ്യം ചെയ്തു. മാത്രമല്ല, തിരഞ്ഞെടുപ്പിന് ശേഷം കരാർ ഒപ്പിടുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിന്റെ ഗുണങ്ങളെയും പ്രത്യാഘാതങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യാൻ അനുവദിക്കുമായിരുന്നുവെന്ന് സെന്റർ ഫോർ പോളിസി ഡയലോഗിലെ വിശിഷ്ട ഫെലോ ദേവപ്രിയ ഭട്ടാചാര്യ പറഞ്ഞു. വരാനിരിക്കുന്ന ഭരണകൂടത്തിന്റെ കൈകൾ കെട്ടാനുള്ള യഥാർത്ഥ അപകട സാധ്യതയുണ്ടെന്നും കൂട്ടിച്ചേർത്തു. വ്യക്തത ഇല്ലാത്തതിനാൽ ആർക്കാണ് നേട്ടമോ നഷ്ടമോ എന്ന് വിലയിരുത്താൻ കഴിയുന്നില്ലെന്ന് ധാക്ക ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് തസ്കീൻ അഹമ്മദ് പറഞ്ഞു. കരാറുമായി ബന്ധപ്പെട്ട സാധ്യതയുള്ള വ്യവസ്ഥകളെ കുറിച്ചും പ്രത്യേക മേഖലകളിൽ അവ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും ബിസിനസ് സമൂഹത്തിനുള്ളിൽ വർദ്ധിച്ചു വരുന്ന ആശങ്ക അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2024-ൽ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനെ തുടർന്ന് യൂനസ് ഭരണകൂടം അധികാരമേറ്റ സാഹചര്യത്തെക്കുറിച്ചുള്ള ചർച്ചയും ഈ വിവാദം പുനരുജ്ജീവിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഇസ്ലാമിക ഗ്രൂപ്പുകളുടെ പിന്തുണയോടെയും പാശ്ചാത്യരുടെ മൗന പിന്തുണയോടെയുമാണ് യൂനസ് അധികാരത്തിലെത്തിയതെന്ന് നിരന്തരമായ ആരോപണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.